സ്പോട്ട് ലൈവിനെ പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾ കസ്റ്റഡിയിൽ. മൃതദേഹത്തിന് സമീപത്തുനിന്ന് ലഭിച്ച ആധാർ കാർഡാണ് കേസിൽ തുമ്പായത്. കർണാടക ഗദഗ് ബലേഗ ഹുസൂരിലെ ചന്ദ്രശേഖർ സുരേഷ് പാട്ടാടാണ് കൊല്ലപ്പെട്ടത്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, രാവിലെ തന്നെ ഇത് ഒരു കൊലപാതകമാണെന്ന രീതിയിലുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. എങ്ങനെയാണ് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത്? ടോമെ, ഇതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ തന്നെ ഇത് കൊലപാതകത്തിന്റെ സൂചന ഇതിലുണ്ടായിരുന്നു. കാരണം ഈ മൃതദേഹത്തിൽ ചോരപ്പാടുകളും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഈ മൃതദേഹം കാണപ്പെട്ട ലിഫ്റ്റിന് വേണ്ടി നിർമ്മിച്ച കുഴിയിൽ വലിച്ചു ഇഴച്ച പാടുകളൊക്കെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി പോലീസ് ഇതൊരു കൊലപാതകം എന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇത് ആളെ അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ ഇയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക ഹൊസൂർ സ്വദേശിയാണ് ചന്ദ്രശേഖർ സുരേഷ് പട്ടാട എന്ന് പറയുന്ന ആളാണ് ഈ മരിച്ചതെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ ഇയാളുടെ ഈ താമസ സ്ഥലത്തും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളും അങ്ങനെ ഈ മൃതദേഹം കണ്ടാണ് തിരിച്ചറിഞ്ഞത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ മൃതദേഹത്തിനരികിൽ ഒരു ആധാർ കാർഡ് ലഭിച്ചിരുന്നു. ഇന്നലെ പോലീസ് ആദ്യം സംശയിച്ചത് ഇത് ഈ മരണപ്പെട്ട ആളാണെന്നാണ്. മഞ്ജുനാഥ എന്ന പേരിൽ ഒരു ആധാർ കാർഡാണ് ലഭിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ സംഭവം നടത്തിയതിന് പിന്നിലുള്ള ഒരാളാണെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെ അയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇപ്പോഴും ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. 2 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഈ കൊലപാതകം എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഇപ്പോൾ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ കേസിൽ പ്രതികളാണ് ഇവരെന്ന് പോലീസ് നമുക്ക് വിവരം നൽകുന്നുണ്ട്. എന്തിനാണ് ഈ കൊലപാതകം നടന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് കാസർഗോഡ് നഗരത്തിലെ തന്നെ തൊട്ടടുത്ത് സമീപത്തായുള്ള നുള്ളിപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുനില കെട്ടിടത്തിന്റെ ഫ്ളാറ്റിനായി ഈ കെട്ടിടത്തിന്റെ ഈ ലിഫ്റ്റിനായി നിർമ്മിച്ച കുഴിയിലകത്ത് ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. ഈ കെട്ടിട ഉടമ തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഒക്കെ ആ സംഭവ സ്ഥലത്തെത്തി വലിയ പരിശോധന നടത്തി. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയ്ക്ക് ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്നാണ്. മാത്രമല്ല ശരീരത്തിൽ ഇത്തരത്തിൽ നിരവധി സ്ഥലത്ത് മർദ്ദനമേറ്റ പാടുകളും ഉണ്ട്. ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടത്താനിടയായ സാഹചര്യം എന്താണെന്നാണ് പോലീസ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ കൂടുതൽ പേർ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചന്ദ്രശേഖർ ഇവിടെ എത്തിയതെന്ന് അറിയണം, കൊലപാതകത്തിന്റെ കാരണം അറിയണം. ഈ കൊലയാളികളും ഈ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ തമ്മിലുള്ള ബന്ധം എന്താണ്? വല്ലോ വ്യക്തിപരമായ വിരോധമാണോ, ആസൂത്രിതമായ കൊലപാതകമാണോ? ഇക്കാര്യത്തിൽ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ ബൈജു? ടോമെ, അത് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഈ കൊല്ലപ്പെട്ട ചന്ദ്രശേഖർ ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളതും പോലീസ് കസ്റ്റഡിയിലുള്ളതും നിർമ്മാണ തൊഴിലാളിയായ ആളുകൾ തന്നെയാണ്. അത്തരത്തിലുള്ള വ്യക്തിപരമായ എന്തെങ്കിലും കാരണമാണോ, അതല്ല മദ്യപിച്ചോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ, അത്തരം കാര്യങ്ങൾ ഇനി പുറത്ത് അറിയേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. കാരണം ഇതിൽ കൂടുതൽ പേർ പ്രതികൾ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മൃതദേഹം അത്രത്തോളം നീചമായ രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു. ശരീരമാസകലം പാടുകൾ, മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലയ്ക്ക് ആഴത്തിൽ വെട്ടേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ മരണകാരണവുമായത്. ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വലിയൊരു അടിപിടി നടന്നിട്ടുണ്ട്. അതിനുശേഷം കൊന്ന് ഈ ഒരു ലിഫ്റ്റിനായി ഉണ്ടാക്കിയ കുഴിയിലേക്ക് തള്ളിയതായിരിക്കാനുള്ള സാധ്യത. അതേതായാലും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്തിനാണ് ഇങ്ങനെ ഒരു അരുംകൊല നടത്തിയത് എന്നാണ്. അത് സംബന്ധിച്ച് പോലീസ് വിശദമായി ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പേർ ഈ കേസിൽ ഈ പ്രതികളായിട്ട് ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇത്തരം കാര്യങ്ങളും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ പേർ പ്രതികളാണെന്ന വിവരം പോലീസ് നൽകുന്നു. അങ്ങനെയെങ്കിൽ അതൊരു ആസൂത്രിതമായ കൊലപാതകമായിരിക്കണം എന്ന് തന്നെ കരുതേണ്ടതല്ലേ? ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് ആരൊക്കെയാണെന്ന വിവരമുണ്ടോ? ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? അവർ ഇത് എന്നാണ് ഇവിടെ എത്തിയത്? അല്ലെങ്കിൽ ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ?
ടോമ, ഇതിൽ ഏറ്റവും നിർണായകമായത് ആധാർ കാർഡ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന് സമീപത്ത്, അതായത് മൃതദേഹത്തിനരികിൽ ഒരു ആധാർ കാർഡ് ലഭിച്ചു എന്ന വിവരം പങ്കുവച്ചിരുന്നു. അത് ഈ കൊല്ലപ്പെട്ട ആളുടേതാണെന്നാണ് പോലീസ് ആദ്യം സംശയിച്ചത്. മഞ്ജുനാഥ എന്ന് പറയുന്ന ഒരാളുടെ ആധാർ കാർഡാണ് ലഭിച്ചത്. പക്ഷേ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ട ആളുടെ ആധാർ കാർഡ് അല്ല അത് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ആധാർ കാർഡിലുള്ള ആളെ തേടി പോലീസ് അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈ പ്രതികളിലേക്ക് എത്തിയത്. അത് ഈ സംഭവം നടത്തിയ ഈ പ്രതികളിൽ ഒരാളുടെ ആധാർ കാർഡ് അവിടെ കളഞ്ഞു പോയതാണെന്ന് പോലീസിന് കണ്ടെത്തുന്നു. അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതും. എന്തായാലും ആധാർ കാർഡാണ് ഈ കേസിൽ വലിയ തുമ്പുണ്ടാക്കാൻ സഹായിച്ചത്. മാത്രമല്ല, ഈ തുടക്കത്തിൽ ഇത് ആരാണ് ഈ കൊല്ലപ്പെട്ടത് എന്ന അല്ലെങ്കിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു എന്ന കാര്യത്തിലും പോലീസിന് അവ്യക്തത ഉണ്ടായിരുന്നു. പിന്നീട് അതും വളരെ എളുപ്പത്തിൽ തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. ഒരു പക്ഷേ ഇവർ തമ്മിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നമായിരിക്കുമോ, അതല്ല മദ്യപിച്ച് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇത് കാസർഗോഡ് നഗരത്തിൽ വളരെ അരികിൽ, അതായത് വെറും 1 കിലോമീറ്റർ മാത്രം മാറി നുള്ളിപ്പാടി എന്ന് പറയുന്ന കാസർഗോഡിന്റെ അടുത്ത നഗരം, അവിടെ ഒരു സംഭവമാണ് 10 മണിക്ക്, രാത്രി 10 മണിയോടുകൂടി സംഭവം ഇത് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 8 മണി ആ സമയത്ത് തന്നെ ഈ കൊലപാതകം നടന്നിട്ടുണ്ടാകാം. പക്ഷേ സമീപവാസികൾ ആരും അങ്ങനെ ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികമായി ഒന്നും കേട്ടതായി അവർ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഈ കൊലപാതകം നടത്തി, മറ്റെവിടെ നിന്നെങ്കിലും കൊലപാതകം നടത്തി ഈ കെട്ടിടത്തിന്റെ ഈ ലിഫ്റ്റിനായി നിർമ്മിച്ച വലിയ കുഴിയിലേക്ക് ഈ മൃതദേഹം കൊണ്ടിട്ടതാണോ, അത്തരം കാര്യങ്ങൾ ഏതായാലും പുറത്ത് ഇനി അറിയാനുണ്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ അത്തരം കാര്യങ്ങൾ പങ്കുവച്ചിട്ടില്ല. ഏതായാലും 2 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട 2 പ്രതികൾ കസ്റ്റഡിയിലുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഏത് രീതിയിൽ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയെന്ന കാര്യത്തിലാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. മാത്രമല്ല, ഇനി മറ്റെവിടെയെങ്കിലും ആണോ ഈ കൊലപാതകം നടത്തി ഇവിടെ മൃതദേഹം കൊണ്ട് ഇങ്ങനെ ഇട്ടതാണോ, അതല്ല ഇതിൽ കൂടുതൽ പേർ കേസിൽ പ്രതികളായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനുണ്ട്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു മരണം ആണെന്ന് കരുതി പിന്നീട് അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി ഇതിൽ ശരീരത്തിൽ നിരവധി മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തുന്നു. അതോടൊപ്പം തലയ്ക്ക് ആഴത്തിൽ വെട്ടേറ്റതിന്റെ പാടുകൾ കണ്ടെത്തുന്നു. ഇതാണ് മരണകാരണം. വ്യക്തമാണ്. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് കർണാടക സ്വദേശി ചന്ദ്രശേഖർ കൊല്ലപ്പെട്ട കേസിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസ് സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന്. മരണകാരണം, ഈ കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂർ പയ്യന്നൂരിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.